vectors. What are vectors? Vectors are mathematical quantities that have both magnitude and direction. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമുള്ള മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പഠിച്ചത്. നമ്മൾ നേരത്തെ തന്നെ വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വെക്ടേഴ്സിൻ്റെ ഓൾജിബ്രൈക് ഓപ്പറേഷൻസും പല പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക്കലി ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ വെച്ചിട്ടാണ്. 2 സ്പേസിലാണെങ്കിലും ശരി 3 സ്പേസിലാണെങ്കിലും ശരി ആരോസ് കൊണ്ടാണ് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെക്ടറിന് ഒരു ഇനീഷ്യൽ പോയിന്റും ഒരു ടെർമിനൽ പോയിന്റും ഉണ്ടാവും. അപ്പം ആരോ എന്ന് പറഞ്ഞാൽ ആരോയ്ക്ക് ഒരു ടിപ്പും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട് അല്ലേ. ടിപ്പ് എന്ന് പറയുന്നത് ആരോയുടെ എൻഡിങ് പോയിന്റ് ആണ്. ടെയിൽ എന്ന് പറയുന്നത് ആരോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ദി വെക്ടർ എന്ന് പറയുന്നത്. ആ എൻഡിങ് പോയിന്റ് അല്ലെങ്കിൽ ടിപ്പിനെയാണ് ടെർമിനൽ പോയിന്റ് ഓഫ് ദി വെക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം 2 സ്പേസിലാണെങ്കിലും 3 സ്പേസിലാണെങ്കിലും നമ്മൾ വെക്ടേഴ്സ് പറയണമെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ടാവണം. ഒരു ഇനീഷ്യൽ പോയിന്റും ഒരു ടെർമിനൽ പോയിന്റും. വെക്ടേഴ്സിനെ നമ്മൾ സാധാരണ ബോൾഡ് ലെറ്റേഴ്സിലാണ് ടൈപ്പിംഗ് ലാംഗ്വേജിൽ എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ പക്ഷെ നമുക്ക് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ആൽഫബറ്റ് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു ആരോയും കൂടി ഇടും. നമുക്കറിയാവുന്ന കാര്യമാണ്. വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് കൂടെ നമ്മൾ സ്കെയിലാസും ഉണ്ട്. യൂഷ്വലി നമ്മൾ സ്കെയിലാസ് ആയിട്ട് എടുക്കുന്നത് റിയൽ നമ്പേഴ്സിനെയാണ്. ഏത് റിയൽ നമ്പറിനെ നമുക്ക് വെക്ടേഴ്സിൻ്റെ കൂടെ സ്കെയിലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്കെയിലാസിനെ നമ്മൾ സാധാരണ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട്, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഈ വെക്ടർ AB എന്ന് പറയുന്ന വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ആണ് ക്യാപിറ്റൽ A, ടെർമിനൽ പോയിന്റ് ആണ് ക്യാപിറ്റൽ B. ആ വെക്ടറിനെ നമ്മൾ വെക്ടർ AB എന്ന് വിളിക്കും. പോയിന്റ്സിന്റെ കേസിൽ നമ്മൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ A എഴുതി ക്യാപിറ്റൽ B എഴുതി മുകളിൽ A മുതൽ B വരെ ഒരു ആരോയും ഇടുമ്പോഴാണ് AB എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് ഈക്വൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണെന്ന് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2 വെക്ടേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആവണമെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, ഡിറക്ഷനും സെയിം ആയിരിക്കണം. അപ്പം നമ്മൾ ആ 2 വെക്ടേഴ്സിനെ ഈക്വൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് എന്ന് വിളിക്കും. നമ്മൾ VW എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. 2 ഈക്വൽ ആണെന്ന് കണ്ടാൽ V ഈസ് ഈക്വൽ ടു W എന്ന് നമ്മൾ എഴുതും. ഇനി രണ്ടും ജോമെട്രിക്കലി എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? ഒന്നിൻ്റെ മുകളിൽ നിൽക്കണം എന്നൊന്നും ഇല്ല. ഒരു വെക്ടർ 0യിൽ തുടങ്ങി 1 അവസാനിക്കുന്ന ഒരു വെക്ടർ, അതേ വെക്ടറിനെ നമ്മൾ അതേ ഷേപ്പോ സൈസോ ഡിറക്ഷനോ ഒന്നും മാറ്റാതെ കുറച്ച് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് മാറ്റി വെച്ചാൽ കിട്ടുന്ന ട്രാൻസ്ലേറ്റഡ് വെക്ടർ, അത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. സോ 2 വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ 1 വിൽ ബി എ ട്രാൻസ്ലേഷൻ ഓഫ് ദി അതർ. അങ്ങനെ 2 വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം ഒന്ന് മറ്റൊന്നിൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയിരിക്കും. ഡിറക്ഷനും മാറില്ല, മാഗ്നിറ്റ്യൂഡും മാറില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റിവെക്കും. സം ഓഫ് 2 വെക്ടേഴ്സ് ആണ് ഇനി കാണുന്നത്. നമുക്ക് VW എന്ന് പറയുന്ന 2 വെക്ടേഴ്സ്, V പ്ലസ് W എന്ന് വെച്ചാൽ സം ഓഫ് ദി വെക്ടേഴ്സ് V ആൻഡ് W എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിയുടെ ടെർമിനൽ പോയിന്റ് ഡബ്ല്യുവിൻ്റെ ഇനീഷ്യൽ പോയിന്റ് ആക്കും. അതിനുവേണ്ടി W എന്ന് പറയുന്ന വെക്ടർ എവിടെ കിടക്കുന്ന വെക്ടറും ആയിക്കോട്ടെ അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് മാഗ്നിറ്റ്യൂഡോ ഡിറക്ഷനോ മാറാതെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റും വിയുടെ ടെർമിനൽ പോയിന്റും സെയിം പോയിന്റ് ആക്കും. അപ്പം നമുക്ക് ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിന്റ് കിട്ടുമല്ലോ. ആ ടെർമിനൽ പോയിന്റിനെ നമ്മൾ വിയുടെ ഇനീഷ്യൽ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യും. ആ കിട്ടുന്ന വെക്ടറിനെയാണ് V പ്ലസ് W എന്ന് വിളിക്കുന്നത്. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഇവിടെ നോക്കിയേ, V എന്ന് പറയുന്ന ഫസ്റ്റ് വെക്ടർ ഉണ്ട്, W എന്ന് പറയുന്ന സെക്കൻഡ് വെക്ടർ ഉണ്ട്. ഡബ്ല്യുവിനെ ഡ്രാഗ് ചെയ്ത്, W എവിടെയെങ്കിലും കിടന്ന വെക്ടർ ആയിരിക്കും, പക്ഷെ അതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡോ ഡിറക്ഷനോ മാറ്റാതെ ഡ്രാഗ് ചെയ്ത് വിയുടെ ടെർമിനൽ പോയിന്റിൽ ഡബ്ല്യുവിൻ്റെ ഇനീഷ്യൽ പോയിന്റ് കൊണ്ടുവച്ചു. അപ്പോൾ ഡബ്ല്യുവിന് ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ടായില്ലേ? ഇതാ ഇവിടെ ഈ ടെർമിനൽ പോയിന്റിലേക്ക് വിയുടെ ഇനീഷ്യൽ പോയിന്റ് ആയതാ ഈ പോയിന്റിൽ നിന്നും ഒരു വെക്ടർ വരച്ചു. ആ വെക്ടറിന്റെ ഡിറക്ഷൻ ആയിരിക്കും V പ്ലസ് ഡബ്ല്യുവിൻ്റെ ഡിറക്ഷൻ. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് V പ്ലസ് ഡബ്ല്യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ ദാറ്റ് വെക്ടർ ഇസ് ടേക്കൺ ടു ബി ദി സം ഓഫ് ദി വെക്ടേഴ്സ് V ആൻഡ് W. ഇനീഷ്യൽ പോയിന്റ് അതിന് ടെർമിനൽ പോയിന്റ് ആയിട്ടുള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ 0 വെക്ടർ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് 0, ഡിറക്ഷൻ
പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലൊന്നും ഇല്ലാത്തൊരു വെക്ടറാണ് സീറോ വെക്ടർ. ഈ സീറോ വെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വെക്ടറിനെ ഏത് വെക്ടറിൻ്റെ കൂടെ ആഡ് ചെയ്താലും സം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന വെക്ടർ തന്നെയായിരിക്കും. വി പ്ലസ് സീറോ വെക്ടർ ഈസ് ഈക്വൽ ടു സീറോ വെക്ടർ പ്ലസ് വി ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി. ഒപ്പം വെക്ടർ അഡീഷന് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടില്ലേ വിയുടെ ടിപ്പിലേക്ക് ഡബ്ല്യുവിനെ കൊണ്ടുവച്ചത്, അതേപോലെ ഡബ്ല്യുവിൻ്റെ ടിപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക് വിയെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇവിടെ പേർപ്പിൾ ലൈൻസിലേക്ക് നോക്കിയേ. വി എന്ന് പറയുന്ന വെക്ടർ എടുത്തു, ആ വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റിലേക്ക് ഡബ്ല്യുവിനെ കൊണ്ടുവച്ചു. അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് ആ ഗ്രേ വെക്ടറാണ് വി പ്ലസ് ഡബ്ല്യു. ഇനി ആ ഗ്രീൻ വെക്ടേഴ്സിലേക്ക് നോക്കിയേ. ആദ്യം നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ എടുത്തു, അതിൻ്റെ ടിപ്പിലേക്ക് വി എന്ന് പറയുന്ന വെക്ടറിനെ കൊണ്ടുവച്ചു. അപ്പോൾ കിട്ടിയതും സെയിം ഡബ്ല്യു പ്ലസ് വി അല്ലെങ്കിൽ വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ആ ഗ്രേ വെക്ടർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡിറക്ഷൻ. സോ വി പ്ലസ് ഡബ്ല്യു എടുത്താലും ഡബ്ല്യു പ്ലസ് വി എടുത്താലും നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും.